നമസ്കാരം. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ് ഇന്നത്തെ റെസിപ്പി, മുളക് ചമ്മന്തി. ഇത് നിങ്ങൾക്ക് ദോശയോടൊപ്പമോ അതല്ലെങ്കിൽ ചോറിനൊപ്പമോ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റും. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻജിയോ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. ആദ്യമായി ഒരു പാൻ ചൂടാക്കിയ ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. കോക്കനട്ട് ഓയിൽ തന്നെയാണ് ഈ ചമ്മന്തി ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. എണ്ണ ചൂടായി കഴിയുമ്പോൾ തീ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം ഇതിലേക്ക് 20 ഉണക്കമുളക് ഇട്ട് ഇളക്കുക. ഈ 20 ഉണക്കമുളക് ഉപയോഗിച്ചിട്ട് നമുക്ക് 7 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയിലുള്ള മുളക് ചമ്മന്തി ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ ചമ്മന്തിക്ക് കളറ് കൂടുതൽ വേണമെങ്കിൽ ഇതിൽ പകുതി മുളക് കാശ്മീരി മുളകാക്കിയാൽ മതി. ഇത് വളരെ പെട്ടെന്ന് തന്നെ കളറ് മാറി ഇതുപോലെ ഒരു ബ്രൗൺ കളറായി മാറാൻ തുടങ്ങും. അപ്പോൾ തന്നെ തീ ഓഫ് ചെയ്ത ശേഷം എത്രയും പെട്ടെന്ന് എണ്ണയിൽ നിന്ന് കോരിയെടുക്കണം, അല്ലെങ്കിൽ ഇത് കൂടുതൽ കരിഞ്ഞു പോകും. എല്ലാ മുളകും പൂർണ്ണമായിട്ടും ബ്രൗൺ ഷെയ്ഡ് ആവാൻ കാത്തിരിക്കേണ്ടതില്ല. ഒരു പകുതി ഭാഗമൊക്കെ ബ്രൗൺ ഷെയ്ഡ് ആയി കഴിയുമ്പോൾ തന്നെ എണ്ണയിൽ നിന്നും കോരിയെടുക്കുക. വീണ്ടും തീ കത്തിച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം ഇതിലേക്ക് 50 ചെറിയുള്ളി ചേർക്കുക, ഏകദേശം 200 ഗ്രാം. 1/4 കിലോ ചെറിയുള്ളി ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 200 ഗ്രാം കിട്ടും. വലിയ ഉള്ളികളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എല്ലാം ഒരേ വലിപ്പത്തിലാക്കുക. ഇനി ഇതിലേക്ക് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻ പുളി ചേർക്കുക. അത് ചെറിയ കഷ്ണങ്ങളാക്കിയ ശേഷം ഇടുക. ഇത് 15 ഗ്രാമോളം പുളിയുണ്ട്. ഈ അളവിൽ ചേർക്കുകയാണെങ്കിൽ ചമ്മന്തിക്ക് അത്യാവശ്യം നല്ല പുളി ഉണ്ടാവും. ഇനി പുളി അധികം വേണ്ടെങ്കിൽ കുറച്ച് ചേർക്കുക. അതിനുശേഷം അല്പം കറിവേപ്പില, 1 ടീസ്പൂൺ ഉപ്പ്, ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കുക. ഇത് ഗോൾഡൻ കളർ ആവണമെന്നില്ല, അത്യാവശ്യം ഒന്ന് വാടി വെന്ത് കിട്ടിയാൽ മതി. ഇതായിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ഇത് ചൂട് കുറയാനായിട്ട് വെക്കണം. ഈ പാനിൽ നിന്നും ഇത് കോരി മറ്റൊരു പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചൂട് കുറഞ്ഞു കിട്ടും. ഇനി നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന ഉണക്കമുളക് മിക്സിയുടെ ചെറിയ ജാറിൽ, അതായത് പൊടിക്കുന്ന ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. തീരെ ഫൈനായിട്ട് പൊടിക്കണ്ട, ഇതുപോലൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചൂട് കുറയാനായി മാറ്റി വെച്ചിരുന്ന വഴറ്റിയ ഉള്ളിയും ചേർത്ത് അരച്ചെടുക്കണം. വഴറ്റാൻ ഉപയോഗിച്ച എണ്ണ മിച്ചമുണ്ടെങ്കിൽ അതുകൂടി ഇതിനോടൊപ്പം ചേർക്കാം. ഞാനിത് പകുതി അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് സെക്കൻഡുകൾ കൊണ്ട് തന്നെ ഇത് അരഞ്ഞു കിട്ടും. ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുത്ത ശേഷം വീണ്ടും ഒന്നുകൂടി അരച്ചെടുക്കണം. ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന മുളകിന് അല്പം എരി കൂടുതലായിരിക്കും. അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ഉള്ളി ചേർക്കുന്നതിന് മുമ്പ് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച മുളകിൽ നിന്നും അല്പം എടുത്ത് മാറ്റി വെക്കുക. പിന്നീട് ഒന്ന് അരച്ച ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എരി കുറവാണെന്ന് തോന്നുവാണെങ്കിൽ മാറ്റി വെച്ച മുളക് പൊടി ചേർത്ത് ഒന്നും കൂടെ അരച്ചെടുക്കുക. ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് തീരെ ഫൈനായിട്ട് അരയ്ക്കേണ്ട കാര്യമില്ല. അല്പം തരിയോടുകൂടി ഒരു കോസ് പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഈ മുളക് ചമ്മന്തി കൂടിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ 7 ദിവസം വരെ കേടുകൂടാതിരിക്കും. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ മുളക് ചമ്മന്തി റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ഇൻഗ്രീഡിയൻസിന് ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.